ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. ജയിലിൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഇനി തിരിച്ചറിയൽ പരേഡ് നടത്തും. പ്രതിയെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചു. ഹെൽമറ്റ് ധരിപ്പിച്ചായിരുന്നു. ശക്തമായ സുരക്ഷയും ഒരുക്കിയാണ് പ്രതിയെ പോലീസ് കോടതിയിലെത്തിച്ചത്. വൈകിട്ട് 4:45ഓടെയാണ് പ്രതി അമീറുൽ ഇസ്ലാമിനെയും കൊണ്ടുള്ള പോലീസ് വാഹനവ്യൂഹം പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വളപ്പിലേക്ക് എത്തിയത്. മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി പ്രതിയെ 2 ആഴ്ചത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പോലീസ് ദേഹോപദ്രവം ഏൽപ്പിച്ചോ എന്ന മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു പ്രതിയുടെ മറുപടി. തനിക്ക് നിയമസഹായം വേണമെന്ന പ്രതിയുടെ ആവശ്യത്തെ തുടർന്ന് കോടതി അഡ്വക്കേറ്റ് പി രാജനെ നിയമിച്ചു. ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് കോടതി നടപടികൾ പ്രതിയെ അറിയിച്ചത്. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതിനാൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അബ്ദുൽ ജലീൽ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിന് ശേഷം മറ്റ് നടപടികൾ പോലീസ് കൈക്കൊള്ളുന്നതായിരിക്കും. പോലീസ് കസ്റ്റഡിയോ മറ്റു ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിന് ശേഷം ചെയ്യുന്നതായിരിക്കും. റിമാൻഡ് റിപ്പോർട്ടിൽ ഗ്രൗണ്ട് പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡാണ് മുഖ്യ കാരണം പറഞ്ഞിരിക്കുന്നത്. പ്രതിയെ പിന്നീട് കാക്കനാട് സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോയി. 15 മിനിറ്റ് മാത്രമാണ് കോടതി നടപടികൾ നീണ്ടുനിന്നത്. പ്രതിയെ കാണാനായി ആയിരങ്ങൾ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ വൻ സുരക്ഷ പോലീസ് ഒരുക്കി. ഹെൽമറ്റ് ധരിച്ചാണ് പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും കോടതിയിലേക്ക് എത്തിച്ചത്. പ്രതിക്കെതിരെ രോഷം പ്രകടിപ്പിച്ച നാട്ടുകാരെ നിയന്ത്രിക്കാൻ പോലീസിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപായി തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്. ഇതിനുള്ള അപേക്ഷ ഉടൻ മജിസ്ട്രേറ്റിന് സമർപ്പിക്കും. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ കാക്കനാട് സബ് ജയിലിനുള്ളിൽ വെച്ചാകും തിരിച്ചറിയൽ പരേഡ് നടത്തുക. കൊലപാതക ദിവസം പ്രതിയെ ജിഷയുടെ വീടിന് സമീപത്ത് കണ്ട അയൽവാസിയായ സ്ത്രീ പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ തെളിവെടുപ്പ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കൂ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. താൻ ആർക്കും ഒളിത്താവളം ഒരുക്കിക്കൊടുത്തിട്ടില്ലെന്ന് അമീറുൽ ഇസ്ലാം താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമ ജോർജ്. അമീറുൽ ഇസ്ലാമിനെ തനിക്കറിയില്ലെന്നും പോലീസ് തന്റെ മൊഴി എടുത്തിരുന്നുവെന്നും ജോർജ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ KM ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, കെട്ടിടമുടമയെ സംബന്ധിച്ച് കെട്ടിടമുടമയ്ക്കെതിരെ കേസെടുക്കുമെന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതേ സംബന്ധിച്ചാണോ ജോർജിന്റെ പ്രതികരണം? എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത്? അജിംഷാദ്, വിവരങ്ങൾ മറച്ചുവെച്ചതിന് പ്രതി അമീറുൽ ഇസ്ലാം താമസിച്ചിരുന്ന കെട്ടിട ഉടമയ്ക്കെതിരെ കേസെടുക്കാനുള്ള പോലീസ് തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജോർജിന്റെ വിശദീകരണം. ജോർജ് പറഞ്ഞത് ഇപ്രകാരമാണ്: 4 ഇതര സംസ്ഥാനക്കാർക്കാണ് പെരുമ്പാവൂർ വൈദ്യശാലപ്പടിയിലുള്ള തന്റെ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തത്. എന്നാൽ ഈ 4 പേർ പിന്നീട് അവരുടെ സുഹൃത്തുക്കളെ വിളിച്ച് താമസിപ്പിച്ചു. അങ്ങനെ 8 പേരോളം ഈ കെട്ടിടത്തിൽ താമസമുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും തനിക്ക് ഓർമ്മയില്ല. അക്കൂട്ടത്തിൽ ഒരാളായ അമീറുൽ ഇസ്ലാം ആണ് ജിഷയുടെ ഘാതകൻ എന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ജോർജ് പറഞ്ഞു. താൻ ആർക്കും ഒളിത്താവളം ഒരുക്കി കൊടുത്തിട്ടില്ലെന്നും ജോർജ് പറഞ്ഞു. പോലീസ് തന്നെ 2 തവണ നേരിട്ട് കണ്ട് വിവരങ്ങൾ ചോദിച്ചിരുന്നു. ഒരു വിവരവും താൻ പോലീസിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല എന്നും ജോർജ് വ്യക്തമാക്കി. മാത്രമല്ല, ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിമേലിൽ ഇതര സംസ്ഥാനക്കാർക്ക് തന്റെ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കില്ലെന്നും ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. അജിംഷാദ്, അതായത് ഉമേഷ്, ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു അദ്ദേഹം? ഇല്ല, അത് സംബന്ധിച്ച് ജോർജിന് അറിയില്ല. ഇത്തരത്തിൽ പോലീസ് തന്നെ വന്ന് കണ്ടിരുന്നു, ഇക്കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു എന്ന് മാത്രമാണ് ജോർജ് പറഞ്ഞത്. തനിക്കെതിരെ കേസെടുക്കുന്ന കാര്യം ജോർജിനോട് ചോദിച്ചപ്പോൾ പോലീസ് 2 തവണ വന്നിരുന്നു, അപ്പോൾ താൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ശരി, വ്യക്തമാണ് ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക്. ജിഷ കേസുമായി ബന്ധപ്പെട്ട് 100% ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെ ബാധിക്കും. കൂട്ടുപ്രതികൾ ഉണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കാര്യങ്ങൾ ഞാൻ കേസിന്റെ ഡീറ്റെയിൽസ് പ്ലീസ് ഡോണ്ട് ആസ്ക്. ഞങ്ങൾ ഈ കേസ് എങ്ങനെ ബിൽഡ് ചെയ്തിട്ട് എത്ര സ്ട്രോങ് എവിഡൻസ് കോടതിയുടെ മുൻപാകെ കൊണ്ടുവരണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബെസ്റ്റ് പോസിബിൾ എവിഡൻസ് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പോകും. അതാണ് മെയിൻ ആണോ ഇപ്പോൾ. ദാറ്റ് ഈസ് ദ ചാലഞ്ച്. പിന്നെ ഈ ആളുടെ കൂടെ ആരാ ഉണ്ടായിരുന്നോ ആ കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ നോക്കിയിട്ട് പറയാം. പക്ഷേ നെക്സ്റ്റ് ആണ് ഇതിൽ ഈ ആൾക്ക് അതിനെ 100% കണക്ട് ചെയ്യണം. 100% സയന്റിഫിക് രീതിയിൽ കണക്ട് ചെയ്യണം. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. ജിഷ വധക്കേസ് അന്വേഷണ സംഘത്തെ അഭിനന്ദിക്കുന്നതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. അന്വേഷണത്തെക്കുറിച്ച് സംശയിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും VM സുധീരൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വെള്ളാപ്പള്ളി എതിർത്താൽ താൻ 100% ശരിയാണെന്നാണ് കണക്കാക്കേണ്ടതെന്നും ശ്രീനാരായണ ഗുരുവിനെ വഞ്ചിച്ചവൻ എന്ന പേരിലാകും വെള്ളാപ്പള്ളിയെ ചരിത്രം വിലയിരുത്തുകയെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. ക്രൂരമായ
കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ അതിൽപ്പെട്ട പ്രതിയെ പോലീസ് കണ്ടെത്തി എന്നുള്ളത് വളരെയേറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി സർവ്വശ്രമങ്ങളും നടത്തിയ കേരള പോലീസിനെ ഹാർദമായി അഭിനന്ദിക്കുക. ഇതിനെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ മാധ്യമ റിപ്പോർട്ടുകൾ നമ്മൾ ആശ്രയിക്കുമ്പോൾ മറ്റു തരത്തിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഏതായാലും വന്നിട്ട് കേരള പോലീസിൻ്റെ മൊത്തത്തിലുള്ളൊരു നേട്ടമെന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. വെള്ളാപ്പള്ളി എതിർത്താൽ നമ്മൾ ശരിയാണ് എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ പോലും വഞ്ചിച്ച ഒരു വ്യക്തി എന്നുള്ളത്. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ഭേദഗതി ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി രജിസ്ട്രാർ. ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മലാപ്പറമ്പ് സ്കൂൾ PTA നൽകിയ ഹർജി സ്വീകരിക്കാനാകില്ലെന്നും രജിസ്ട്രാർ വ്യക്തമാക്കി. വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും മുൻ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. PTAയ്ക്ക് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനെയോ ഹൈക്കോടതിയോ ഹർജിയായി സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്ക് ഒടുവിൽ കുറ്റസമ്മതം. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ ക്രമക്കേടുണ്ടായതായി വെള്ളാപ്പള്ളി നടേശൻ സമ്മതിച്ചു. കന്യാകുമാരിയിൽ ചേർന്ന SNDP വാർഷിക പൊതുയോഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ കുറ്റസമ്മതം നടത്തിയത്. ഏറെ നാളത്തെ മൗനത്തിനൊടുവിലാണ് വെള്ളാപ്പള്ളി ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ ക്രമക്കേടുണ്ടായതായി ഒടുവിൽ വെള്ളാപ്പള്ളി സമ്മതിച്ചു. ചില UDF നേതാക്കന്മാർ ഭാരവാഹികളായ ശാഖകളിലാണ് ക്രമക്കേടുണ്ടായത്. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാകുമാരിയിൽ ചേർന്ന SNDPയുടെ വാർഷിക പൊതുയോഗത്തിലാണ് വെള്ളാപ്പള്ളി കുറ്റസമ്മതം നടത്തിയത്. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ ക്രമക്കേടുള്ളതായി ആരോപിച്ചുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് മൈക്രോ ഫിനാൻസിൽ ക്രമക്കേടുണ്ടായതായി വിജിലൻസ് നടത്തിയ രഹസ്യ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അടുത്ത് തന്നെ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ ക്രമക്കേടുണ്ടായതായി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത് നെല്ലായ കേസ് പ്രതികളുടെ ബന്ധുക്കളാണെന്ന BJP വാദം പൊളിഞ്ഞെന്ന് CPIM. വിവിധ ജില്ലകളിൽ നിന്നും ആളുകളെ ഇറക്കി നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് RSS ശ്രമം നടത്തുന്നതെന്നും ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് കൊലവിളി നടത്തിയതിന് നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയും RSS പ്രചാരകനുമായ വിഷ്ണുവാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് CPIM നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാന വ്യാപകമായി RSS നടത്തുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ശനിയാഴ്ച നെല്ലായിൽ നടന്നത്. ഈ കേസിലെ പ്രതികളായ RSS പ്രവർത്തകരെ കോടതിയിൽ എത്തിക്കുന്നതിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണവും കൊലവിളിയും. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. ഇങ്ങനെയുള്ള കുറേ ആളുകളെ ജില്ലക്ക് പുറത്തുനിന്നും RSSന്റെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് പരിശീലനം കൊടുത്ത് ഈ ജില്ലയിൽ പല ഭാഗത്തും വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ RSS അവരുടെ ലക്ഷ്യം നടപ്പിലാക്കാൻ ഈ രീതിയിൽ പുറത്തുനിന്ന് വരെ ആളെ ഇറക്കി നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതുകൂടി ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. നെല്ലായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 20-ന് ചെർപ്പളശ്ശേരിയിൽ സമാധാന യോഗം വിളിച്ചു ചേരുന്നതായി PK ശശി MLA അറിയിച്ചു. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും CPIM നേതാക്കൾ പറഞ്ഞു. അക്രമികളെ ഒറ്റപ്പെടുത്താൻ പൊതുസമൂഹം തയ്യാറാവണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിലെ 11 പ്രതികൾക്ക് മരണം വരെ ജീവപര്യന്തവും 12 പേർക്ക് 7 വർഷം തടവും ഒരാൾക്ക് 10 വർഷം തടവും കോടതി വിധിച്ചു. അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ജഡ്ജി PB ദേശായിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. അതേസമയം കോടതി വിധിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവ് MP-യുമായ ഇസാൻ ജാഫ്രിയുടെ വിധവ സഖ്യ ജാഫ്രി പ്രതികരിച്ചു. വിധിയിൽ നിരാശയുണ്ടെന്ന് സാമൂഹിക പ്രവർത്തക ടീസ്റ്റ സെറ്റിൽവാദം പ്രതികരിച്ചു. 14 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ അഹമ്മദാബാദ് പ്രത്യേക കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കോൺഗ്രസ് MP ആയിരുന്ന എഹ്സാൻ ജാഫ്രി ഉൾപ്പെടെ 69 പേർ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെന്ന് കണ്ടെത്തിയ 24 പേരിൽ 11 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത്. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ടവരാണ് ഈ പ്രതികൾ. മറ്റു പ്രതികളായ 13 പേരിൽ 12 പേർക്ക് 7 വർഷവും ഒരാൾക്ക് 10 വർഷവും തടവ് ശിക്ഷ വിധിച്ചു. കേസിലെ 66 പ്രതികളിൽ 32 പേരെ കോടതി നേരത്തെ കുറ്റവിമുക്തരാക്കിയിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താൻ കഴിയില്ലെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിധിയിൽ തൃപ്തിയില്ലെന്ന് എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സാക്കിയ ജാഫ്രി പ്രതികരിച്ചു. വിധി നിരാശാജനകമാണെന്നും മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സെതൽവാദ് പറഞ്ഞു. On the attack from 9 AM right up to 5 PM, there is no reason for such leniency in sentence.
In that sense, that is disappointing. We will appeal this. 2002 ഫെബ്രുവരി 28-നാണ് മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഗുൽബർഗ സൊസൈറ്റി അപ്പാർട്ട്മെന്റിന് തീവച്ച് 69 പേരെ കൊലപ്പെടുത്തിയത്. BJP, VHP, ബജ്രംഗ് ദൾ പ്രവർത്തകരായ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ദില്ലിയിൽ തുടക്കമായി. നാളെ മുതൽ 3 ദിവസങ്ങളിലായി കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാന സമിതികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്യും. ബംഗാളിൽ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. നിലവിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ വിലയിരുത്തും.